നോമ്പെടുക്കുന്നത് ആക്ച്വലി നമ്മുടെ ഗട്ട് ഹെൽത്തിന് ഒരു ഗുണമാണോ അതോ ദോഷമാണോ ചെയ്യുന്നത്? നമ്മളിപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ഫുഡ് കൾച്ചർ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു 3 ടാപ്പ് ചെയ്താൽ തന്നെ നമുക്ക് ഉടനെ ഭക്ഷണം വരും. അപ്പോൾ എളുപ്പത്തിലൊരു ഡോപ്പമിൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഈവൻ വിശപ്പില്ലെങ്കിൽ പോലും നമ്മൾ വെറുതെ ഓർഡർ ചെയ്യാന്നുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പം നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കരുത് എന്നുള്ളതാകുമ്പോൾ നമ്മളത് ആ ഒരു ടെൻഡൻസി കുറഞ്ഞു കിട്ടും. അപ്പോൾ അതെ, കൺട്രോൾ ഉണ്ടാവും. അപ്പം അനാവശ്യമായിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതൊക്കെ കുറയും. അപ്പോൾ അങ്ങനെ ഫാസ്റ്റ് ചെയ്യുമ്പം ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഫാസ്റ്റ് പോകുമ്പോഴാണ് പലപ്പോഴും നമ്മളെ ചെറുകുടലൊക്കെ ആക്ടിവേറ്റ് ആയി അതിൻ്റെ മൂവ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ കൂടുക. ചെറുകുടലിലാണ് മോശം ബാക്ടീരിയകളും ഒക്കെ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് മൂവ്മെൻറ്റ് വരുമ്പോൾ അതൊക്കെ പെട്ടെന്ന് വൻകുടലിലെത്താനും അത് കാരണം കൊണ്ട് നമ്മളെ ബ്ലോട്ടിങ് ബുദ്ധിമുട്ടുകൾ കുറയാനും അതിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഗട്ട് മൂവ്മെൻ്റ് ഒക്കെ കുറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഫാസ്റ്റിംഗ് ചെയ്യുമ്പം അതൊക്കെ ആ ബ്ലോട്ടിങ് സെൻസേഷൻ അങ്ങനത്തെയൊക്കെ വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണാം. അതുപോലെ തന്നെ നമ്മളെ അപ്പറ്റൈറ്റിനെയും റെഗുലേറ്റ് ചെയ്യാൻ വളരെയധികം നോമ്പ് സഹായിക്കും. നമുക്ക് കൂടുതൽ നേരം വിശന്നിരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ബോഡി മെക്കാനിസം ബെറ്റർ ചെയ്ത് നമുക്ക് കൂടുതൽ നേരം ഭക്ഷണം ഒഴിവാക്കിയിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ നമുക്ക് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്, നമ്മുടെ ഹെൽത്തിന് നല്ലതാണെന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിലും കൂടെ നോക്കുമ്പോൾ നോമ്പ് പല വിധത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്.